റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ UDF സ്ഥാനാർത്ഥിയാകും. കൊയിലാണ്ടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കും. കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 22-ന് പ്രഖ്യാപിക്കും. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും മണലൂരിൽ TN പ്രതാപനും സ്ഥാനാർത്ഥികളാകും. സിറ്റിംഗ് MLA-മാരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, കെ ബാബു എന്നിവരൊഴികെ എല്ലാവരും സ്ഥാനാർത്ഥികളാകും. MP-മാർക്ക് സീറ്റ് നൽകാൻ നിലവിൽ സാധ്യതയില്ല. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം ജെയ്സൺ ചമവളപ്പിലും നമുക്കൊപ്പമുണ്ട്. ആദ്യം റോഷിപാലിലേക്ക്. റോഷി, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാകുമ്പോൾ ആദ്യ വിവരം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. മണലൂരിൽ TN പ്രതാപൻ, വട്ടിയൂർക്കാവിൽ ഇതാ കെ മുരളീധരൻ, കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊയിലാണ്ടിയിൽ മത്സരിക്കും. സിറ്റിംഗ് MP-മാർ ഇപ്പോൾ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിലും കെ ബാബുവും ഒഴികെ ബാക്കി സിറ്റിംഗ് MLA-മാരും ഇക്കുറി ജനവിധി തേടും. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എത്രത്തോളം ഉറപ്പിക്കാം റോഷിപാൽ? അരുൺകുമാർ, കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പോലെ തന്നെ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ ചർച്ചകൾ വൈകി. ഇപ്പോഴും സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. എന്നാൽ പോലും പൂർത്തിയായ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഭാഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. 22-ന് ദില്ലിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്നുണ്ട്. ആ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇപ്പോൾ കൈമാറുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കൈമാറുന്ന സാധ്യതാ പട്ടിക അത് ചർച്ച ചെയ്ത് അംഗീകരിച്ച അത് ഒറ്റപ്പേരാക്കി മാറ്റി നേരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൈമാറുകയും ആ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അതിന് അംഗീകാരം ചെയ്യുകയും നൽകുന്നതാണ് അതിന്റെ നടപടിക്രമം. അതിൽ ആദ്യഘട്ട പട്ടികയിൽ സിറ്റിംഗ് MLA-മാർക്കൊപ്പം 4 സീറ്റുകൾ കൂടി, അതിൽ കൂടുതൽ സീറ്റുകൾ പ്രഖ്യാപിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. 40 സീറ്റുകളെങ്കിലും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒറ്റപ്പേരിലെത്തിയ പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങൾ, അതൊന്ന് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ മുൻ KPCC അധ്യക്ഷൻ, വട്ടിയൂർക്കാവിന്റെ മുൻ MLA കൂടിയായ കെ മുരളീധരൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഒപ്പം മണലൂരിൽ മുൻ തൃശൂർ MP കൂടിയായ TN പ്രതാപൻ മണലൂരിലെ സ്ഥാനാർത്ഥിയായി മാറും. അതുപോലെ തന്നെയാണ് ഐഷ പോറ്റി. CPM വിട്ട കോൺഗ്രസിലെത്തിയ ഐഷ പോറ്റിയായിരിക്കും അവിടെ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെതിരെ അംഗത്തിനിറങ്ങുക. കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥിയായി ഐഷ പോറ്റി മത്സരിക്കും എന്ന കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമല്ല, അത് ഒറ്റ പേരിലെത്തിയിട്ടുണ്ട്. ആ സാധ്യതാ പട്ടികയിൽ ഒറ്റ പേരിലെത്തിയ മണ്ഡലമാണത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുൻ വടകര MP, മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി, മുൻ KPCC അധ്യക്ഷൻ. കൊയിലാണ്ടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. നേരത്തെ നാദാപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ പരിഗണിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ ചർച്ചകളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊയിലാണ്ടി മത്സരിക്കും. ആ നിലയിലാണ് പോകുന്നത്. ഇനി ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റിയാണ്. മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് വേണമെങ്കിൽ ഈ കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്താം. കാരണം AICC-യുടെ നിർദ്ദേശപ്രകാരം സുനിൽ കനകോലുവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് പല രീതിയിൽ നടത്തിയ സർവേയുടെ ഫലം നേരെ എത്തുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കൈവശമാണ്. ഇവിടെ നിന്നും കൈമാറുന്ന സാധ്യതാ പട്ടിക ഈ സർവേ ഫലവുമായി താരതമ്യപ്പെടുത്തിയതിനു ശേഷം വിജയസാധ്യത ഉറപ്പിച്ച് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥിയെ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കുക എന്നതാണ്. ഏതായാലും ഈ 4 പേർക്ക് സീറ്റ് ഉറപ്പായി കഴിഞ്ഞു. 40 സീറ്റുകൾ 22-ാം തീയതി അല്ലെങ്കിൽ 23-ന് രാവിലെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ആ നിലയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർണായക ചർച്ചകൾക്കായി അല്പസമയം മുമ്പ് ദില്ലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് മധുസൂദനൻ മിസ്ത്രിയുമായി സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തും. ഏറ്റവും പ്രധാന ചർച്ചയാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ സാധ്യതാ പട്ടിക മധുസൂദനൻ മിസ്ത്രിക്ക് കൈമാറാനുള്ള സാധ്യതയുണ്ട്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത്.